ബഹുമാനങ്ങൾ കുറഞ്ഞുപോയാൽ, അദബ് കുറഞ്ഞുപോയാൽ വലിയ അപകടമാണത്. പുറത്ത് എവിടെങ്കിലുമൊക്കെ പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന പുതിയ കാലത്ത് മുത്തഅല്ലിമീങ്ങളിൽ ഈ അസുഖം വരുന്നുണ്ട്. കേരളത്തിലെ ആലിമീങ്ങളൊന്നും ശരിയില്ല. ഒരു പുറം രാജ്യത്തൊക്കെ ഒന്ന് യാത്ര ചെയ്യണം. ഒന്ന്. പിന്നെ ഗ്രന്ഥങ്ങളില്ല. ഈജിപ്തിലൊക്കെ എല്ലാവർക്കും നല്ല കിതാബുകളുണ്ട്. രണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണിയത്തുസ്താനൊക്കെയാ പറയണത്. ഓർക്കൊന്നും കിതാബില്ലാത്തതുകൊണ്ട് ഓരോന്ന് ശരിയില്ല എന്ന്. എന്താ ഇതിനൊക്കെ പറയേണ്ടത്? ഇൽമിന്റെ അഹലുകാരെ ചെറുതാക്കിയാലേ ആഖിബത്ത് ചീത്തയാവൂലേ? അത് വലിയ അപകടമല്ലേ നമുക്ക്? അങ്ങനെ ഉണ്ടോ ചെറുതാക്കല്? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ച്, നിങ്ങളാണോ വലുത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത്? വലുത് എന്ന പ്രയോഗം ഉള്ളതുകൊണ്ട് അബ്ബാസ് അങ്ങക്ക് ചോദ്യത്തിന്റെ അർത്ഥമൊക്കെ മനസ്സിലായി. ചോദ്യത്തിന്റെ അർത്ഥം പ്രായം കൊണ്ട് ആരാണ് വലുത് എന്നാണ്. പക്ഷെ അതിൽ വലുത് എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ. പ്രായം കൊണ്ട് അബ്ബാസങ്ങൾ തന്നെയാ മൂത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാന്റെ സഹോദരനല്ലേ? അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദ്യം കേട്ട ഉടനെ ഉത്തരം പറഞ്ഞു, ഹുവ അക്ബറു മിന്നി, മുത്തുനബിയാണ് എന്നേക്കാൾ വലുത്. വഉലിതു ഖബലഹു, ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പ് ജനിച്ചേ ഉള്ളൂ. യാ റബ്ബ്, ഏതാ അദബ്, ഏതാ മറുപടി, ഏതാ? പുതിയ കാലത്ത് ഉസ്താദുമാരൊക്കെ ഒന്ന് പുറം രാജ്യത്തൊക്കെ യാത്ര ചെയ്ത് എപ്പിസ്റ്റമോളജി ആൻഡ് മെത്തഡോളജി ഒക്കെ പഠിക്കണം എന്നാ പുതിയ കൺസേൺ. നമ്മളൊക്കെ നല്ല തിരിച്ചറിവുള്ളവരാണ്. നമ്മുടെ ഉലമാഇന്റെ ഈ കെട്ടുറപ്പും സംഘടനാ സംവിധാനവും വേറെ എവിടെ കിട്ടുക? നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒന്ന് ഉത്തരേന്ത്യയിൽ പോയോക്കെ, അവിടെ മോമിനീങ്ങൾ ഇതിന്റെ ഡബിള് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരില്ലേ? ഉണ്ട്. എന്നിട്ട് എന്താ ഇത്ര സംവിധാനങ്ങളില്ലാത്തത്? അവിടുത്തെ മനുഷ്യന്മാർക്ക് എന്താ ഫാത്തിഹ കിട്ടാത്തത്? അവരെന്തേ ശരിയാവണ്ണം നിസ്കരിക്കാത്തത്? ഇവിടുത്തെ ഈ സംഘടനയുടെ സിസ്റ്റം അവിടെ എടിയില്ല. അതല്ലല്ലേ അതിന്റെ കാരണം. ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. പുറം രാജ്യത്ത് നിങ്ങൾ പോയാൽ ഒരു ആലിമിന്റെ കീഴിൽ കുറച്ച് 10 ആൾ, ഒരു 20 ആൾ, ഒരു 40 ആള്, വേറൊരാളുടെ കീഴിൽ കുറച്ചാള്. അവര് തമ്മിൽ കണ്ടുകൂടാ, അവര് തമ്മിൽ പ്രശ്നം. ഇതൊന്നും ഇല്ലാതെ താജുൽ ഉലമ നമുക്ക് ഒറ്റ കെട്ടുറപ്പിൽ പഠിപ്പിച്ചെന്നില്ലേ? അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ആർത്തിരമ്പുന്ന തിരമാലകളും ഏത് പ്രാതികൂല്യ സാഹചര്യത്തെയും മറികടക്കാൻ നമുക്ക് നമ്മുടെ നേതൃത്വം പഠിപ്പിച്ചു തന്നില്ലേ? ഇത് നമ്മൾ ഇനിയും അതിജയിക്കും. സംഘടന എന്നും വിജയിക്കും, പ്രസ്ഥാനം എന്നും ജയിക്കും. കേരളീയ സമസ്തന്റെ ഉലമാഇന്റെ മേലെ പറക്കാൻ ഒരു പറവക്കും സംഘടന ഉള്ള കാലത്തോളം അനുമതിയില്ല. അത് നടക്കുകയും ചെയ്യില്ല. അത് 2 ദിവസം ഉണ്ടാവും ആ വോൾട്ടേജ്, അതൊക്കെ കെട്ടുപോകും. നമ്മളൊക്കെ എപ്പോഴും സംഘടനാ പ്രവർത്തകരാണ്. ഇനി ഒരു വഹാബിക്കും മുഹിയുദ്ദീൻ പള്ളിയും ഷാദുലി പള്ളിയും പിടിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വരുത്താൻ പാടില്ല. നമ്മുടെ സിസ്റ്റം കെട്ടുറപ്പുള്ളതായി മാറണം. നമ്മുടെ പദ്ധതികളെല്ലാം നമ്മൾ നന്നായി ഇടപെടണം. ഞാൻ വിഷയത്തിൽ നിന്ന്